അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ മരണം 279ആയി. ദുരന്ത സ്ഥലത്ത് നിന്ന് 319 ശരീരഭാഗങ്ങളും കണ്ടെത്തി. മരിച്ചവരിൽ ഗർഭിണിയും ഉൾപ്പെടുന്നതായി അധികൃതർ അറിയിച്ചു. വിമാനം ഇടിച്ചിറങ്ങിയ കോളേജ് ഹോസ്റ്റലിലും പരിസരത്തും ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ DNA സാമ്പിളുകളും പരിശോധിച്ച് വരികയാണ്. വ്യോമ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉന്നതതല യോഗം ചേരുന്നു. അപകടത്തിൽ സുപ്രീംകോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർമാർ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. അഹമ്മദാബാദ് വിമാന ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല. ദുരന്ത സ്ഥലത്ത് പരിശോധന തുടരുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുക്കുകയാണ് രക്ഷാപ്രവർത്തകർ. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ക്യാബിൻ ക്രൂവുമടക്കം 241 പേരും വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും പരിസരവാസികളുമാണ് കൊല്ലപ്പെട്ടത്. ജീവൻ നഷ്ടമായ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. ദുരന്തമുഖത്ത് NDRFന്റെ സംഘങ്ങൾ അപകടാവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലി തുടരുകയാണ്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും അപകട സ്ഥലത്തുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെങ്ങും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങലും നിലവിളികളുമാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ നൽകി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. മരിച്ച വിദേശികളുടെ മൃതദേഹം തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. DNA പരിശോധനകൾക്ക് ശേഷമേ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കൂ. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെ അനുസ്മരിച്ച് സംസ്ഥാനം ഇന്ന് ഔദ്യോഗികമായി ദുഃഖമാചരിക്കുകയാണ്. അഹമ്മദാബാദിലെ 600 സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. അപകടം അന്വേഷിക്കുന്നതിനും സുരക്ഷാ പ്രോട്ടോകോൾ ശക്തമാക്കുന്നതിനുമായി ഉന്നതതല സമിതിയും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.